ഇവിടെ നമുക്ക് അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ട്, നമ്മൾ പലരും പോയിട്ടില്ല. അപ്പൊ സമ്പത്തല്ല വേണ്ടത് ഹജ്ജിന് പോകാൻ. സമ്പത്തുള്ളവനാ ഹജ്ജ് ചെയ്യേണ്ടത്, അത് വേറെ വിഷയം. പക്ഷെ ഒരു മനുഷ്യന് സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാൻ പറ്റൂല. ഹജ്ജിന് പോകണമെങ്കിൽ അള്ളാഹ് തന്നെ വിളിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചില ആൾക്കാരോട് ചോദിക്കും, ഹാജിയാരെ ഹജ്ജിന് പോണ്ടേ? ഉസ്താദെ ബിസിനസ് ഒക്കെ ഉണ്ട്, കടങ്ങളൊക്കെ അല്ലേ, ഇത്തിരി ഇടപാടൊക്കെ ഉണ്ട്. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഒരു അനുഭവം പറയാം. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഷാർജ എയർപോർട്ടിൽ ഒരു 5 മണിക്കൂർ എങ്ങാണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മലയാളിയായ സഹോദരനെ ഞാൻ കണ്ടു. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ജോലി? ഉസ്താദെ ഞാൻ സൗദിയിലാണ് ജോലി. എത്ര കൊല്ലമായി? 17 കൊല്ലമായി. എന്താ ജോലി? എന്താപ്പാ? ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജിനൊന്നും പോയിട്ടില്ലേ? അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഉസ്താദ്? ഒരു 3-4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പാവപ്പെട്ടവനാ. ഒരു 4 സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, 17 കൊല്ലമായിട്ട് സൗദി കിടക്കുന്ന നിങ്ങൾ ഹജ്ജിന് പോയില്ലേ എന്ന്. ഞാൻ പോയില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, എന്തേന്ന്? ഉസ്താദെ ഞാൻ പോയി കഴിഞ്ഞാൽ കച്ചവടമൊക്കെ ആര് നോക്കുമെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, 17 കൊല്ലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ട് ആ മനുഷ്യൻ അള്ളാഹിന്റെ കഅബയിലെത്തി പോകാൻ പറ്റിയിട്ടില്ല. പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ അദ്ദേഹത്തോട്, ഞാൻ സാധാരണ ഹജ്ജിന് പോകുമ്പോൾ എല്ലാവരോടും പൊരുത്തം ചോദിക്കണോ? എല്ലാവരും പൊരുത്തം ചോദിക്കണ്ടേ? പക്ഷെ ഞാൻ അദ്ദേഹത്തോട് മാത്രം പൊരുത്തം ചോദിച്ചില്ല. എനിക്ക് ഇദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോൾ ഞാൻ തിരിച്ചൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നിങ്ങൾ മരിച്ചുപോയ ഈ കടകളൊക്കെ ആര് നോക്കൂന്ന് ചോദിച്ചു. അയാൾ എന്നെ തല്ലിയില്ല, എഴുന്നേറ്റ് പോയി. ഞാൻ പറഞ്ഞു വന്നത്, പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാൻ പറ്റൂല. ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവര് തടസ്സങ്ങൾ ആദ്യം പറയും. എന്നാൽ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനായ ഒരു വാപ്പയോട് ഉസ്താദ് ചോദിക്കുന്നു, ഹബീബെ നിങ്ങൾക്ക് ഹജ്ജിന് പോകണ്ടേ, ഉംറയ്ക്ക് പോകണ്ടേ? ഉസ്താദെ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും പോകണം, ദുആ ചെയ്യണേ. പൈസ ഉണ്ടോ? വാടക വീട്ടിലാണ് കിടക്കണ ചങ്ങാതി. ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾ അവിടെ കൊണ്ടുപോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാനൊരു ദിക്ർ പറഞ്ഞിട്ട് പോയവനാ ഹജ്ജിന്. ഏത് പറഞ്ഞിട്ട് പോയവനാ? ഞാനൊരു ദിക്ർ പറഞ്ഞിട്ട്, എനിക്ക് ഉസ്താദിന്റെ വഅദ് കേട്ടതാ. ഒരു ഉസ്താദിന്റെ വഅദ് കേട്ടതിന് ശേഷം, ഞാൻ ഉസ്താദ് ആരെന്ന് പറയുന്നില്ല, ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടതാ. അന്നു മുതൽ ഞാൻ ആ ദിക്ർ പറയും. അള്ളാഹു എനിക്ക് പോകാൻ ഭാഗ്യം തന്നു. അള്ളാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ദിക്ർ പറഞ്ഞു തരട്ടെ? വേണോ? ഓ, വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വിശപ്പില്ലാത്തവന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? വേണോ വേണ്ടേ? അവസാനം വരെ അവിടെ ഇരിക്കും, ലാസ്റ്റ് വരെ ഇരിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ സഹോദരന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹ്, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹ്, എന്റെ ജ്യേഷ്ഠന്മാരുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാഹ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. റബ്ബേ, ആ ദുആ കേട്ടപ്പോൾ ആ മഹാന് വല്ലാത്ത അത്ഭുതമായി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ മതാബിന്റെ ഭാഗത്ത് ഇങ്ങനെ നോക്കി നിന്നു. ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, മോനെ, എല്ലാവരും കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് സ്വർഗമാ ചോദിക്കുന്നത്, പല പല കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്നാ നീ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, അല്ലാഹ് എന്റെ ജ്യേഷ്ഠന്റെ അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. അവിടെന്ന് ചോദിച്ചു, നിന്റെ ജ്യേഷ്ഠന്മാർക്ക് എന്തേ സംഭവിച്ചത്? നിന്റെ ഇക്കമാർക്ക് എന്തേ സംഭവിച്ചത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങള്, എന്റെ ജ്യേഷ്ഠന് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. ഒരുപാട് കൊല്ലത്തോളം ബാങ്ക് വിളിച്ചു. പടച്ചവനെ, ഒരുപാട് കൊല്ലം എന്റെ ജ്യേഷ്ഠനാണ് പള്ളിയിൽ ബാങ്ക് വിളിച്ചത്. എന്നാ
എന്റെ ജ്യേഷ്ഠന്റെ മരണമെടുത്തപ്പോ, ജ്യേഷ്ഠന്റെ സക്കറാത്തിന്റെ അവസ്ഥയെടുത്തപ്പോ പടച്ചവനെ ഞാൻ അടുത്തേക്ക് ചെന്നു. മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ സഹോദരന്റെ ചാരത്തേക്ക് ഞാൻ ചെല്ലുമ്പോ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തു തരാൻ, ഖുർആൻ എടുത്തു തരാൻ. ഞാൻ അവിടെ നിന്ന് ഖുർആൻ എടുത്തു കൊടുക്കുമ്പോ ഞാൻ ചിന്തിച്ചു, പടച്ചവനെ ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഖുർആൻ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുമ്പോ എന്റെ ജ്യേഷ്ഠനത് വലിച്ചെറിയുകയാ. ഈമാനില്ലാതെ എന്റെ സഹോദരൻ മരിച്ചുപോയി. വർഷങ്ങളോളം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച എന്റെ ഇക്കയുണ്ടല്ലോ, ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്, ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്. പടച്ച റബ്ബേ, എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനാ പിന്നെ ബാങ്ക് വിളിച്ചത്. ആ ജ്യേഷ്ഠന്റെയും അവസാനം മോശമായിരുന്നു. എന്റെ രണ്ട് സഹോദരങ്ങളുടെയും ആഖിബത്ത് മോശമായിരുന്നു. അല്ലാ, ഇപ്പൊ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അതുകൊണ്ട് അല്ലാ, എന്റെ ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ. അതുകൊണ്ടാണ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ ആ മഹാൻ അവിടെന്ന് ചോദിച്ചു, മോനെ നിന്റെ ഇക്കമാരുടെ സ്വഭാവം എന്തായിരുന്നു? അവര് നിസ്കരിക്കുന്നവരായിരുന്നു, അവര് ഖുർആൻ ഓതുന്നവരായിരുന്നു, അവര് നന്മകൾ ചെയ്യുന്നവരായിരുന്നു, അവർ അല്ലാഹുവേ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരായിരുന്നു. എന്നിട്ടും എന്ത് അവരുടെ അവസാനം മോശമായി പോകാനുള്ള കാരണമെന്താ? ഒരുപാട് നന്മ ചെയ്യുന്നവരായിരുന്നു, എന്നിട്ടും അവർ രണ്ടുപേരുടെയും ആഖിബത്ത് മോശമാകാനുള്ള കാരണമെന്താ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ, മഹാനവറുകൾ ചോദിച്ചു, നിന്റെ ഇക്കമാർക്ക് എന്തെങ്കിലും ഒരു മോശമായ സ്വഭാവമുണ്ടോ? നിന്റെ ജ്യേഷ്ഠന്മാര് എന്തെങ്കിലും ഒരു പാപം ചെയ്യുമായിരുന്നോ? ആ സമയത്താണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്, എന്റെ ഇക്കമാർക്ക് ഒരേ ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. അവര് കള്ള് കുടിക്കൂല, അവര് പലിശ തിന്നൂല, അവര് വ്യഭിചരിക്കൂല, അവര് ഹറാമ് കഴിക്കൂല. പക്ഷേ അവർ ഒരേ ഒരു പാപം ചെയ്യുമായിരുന്നു. അവര് ചെയ്തിരുന്ന പാപം എന്തെന്നറിയോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു തങ്ങളെ. അവര് ഹറാമ് കാണുന്നവരായിരുന്നു, അവര് ഹറാമ് കാണുന്നവരായിരുന്നു, അവരന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കണ്ട് ആസ്വദിക്കുന്നവരായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, അതുകൊണ്ടായിരിക്കാം അവരുടെ ആഖിബത്ത് മോശമായി പോയത്. സഹോദരാ, നിസാരമല്ല, പെങ്ങളെ നിസാരമല്ല, ഈ കണ്ണുകൊണ്ട് കാണുന്നത് നിസാരമല്ല. നാളെ അല്ലാഹു നിന്റെ കണ്ണിലേക്ക് ഈയമുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സഹോദരാ, രഹസ്യമായ ജീവിതത്തിൽ പാപം ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോ നിനക്ക് ഓർമ്മ വരേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഞാൻ വീടിനകത്തിരുന്ന് ചെയ്താലും അറിയേണ്ടവരറിയുമല്ലോ, എന്റെ ജീവിതം ഇടുക്കമാകുമല്ലോ, എന്റെ റിസ്കിലെ ബറക്കത്ത് നഷ്ടപ്പെടുമല്ലോ, എന്റെ ആരോഗ്യം നഷ്ടപ്പെടുമല്ലോ, പടച്ചവനെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷ എന്താ? എത്ര വലിയ നന്മകളായി പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് പോയാൽ അല്ലാഹു വലിച്ചെറിയുമല്ലോ, അല്ലാഹു വലിച്ചെറിയുമല്ലോ, അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുമല്ലോ. ഈ ബോധമാണ് നമുക്ക് വേണ്ടത്. ഈ ചിന്ത കടന്നു വന്നാൽ, ഈ ഓർമ്മ കടന്നു വന്നാൽ നിനക്ക് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ നിനക്ക് ഓർമ്മ വരേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹു
അല്ലാഹു കാണുന്നുള്ള ഓർമ്മ വേണേ സഹാബ. രണ്ടാമതായി ഓർമ്മ വരേണ്ട കാര്യം എന്താ? അല്ലാഹ് കാണുന്നുണ്ടല്ലോ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹു കാണുന്നവനാ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അല്ലാഹ് കാണുന്നവനാണ്. അല്ലാഹ് കാണുന്നവനാണ്. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുമല്ലോ. ഈ ബോധമാ ചെറുപ്പക്കാരാ വേണ്ടത്. ഏത് ബെഡ്റൂമിനകത്തിരുന്ന് ചെയ്താലും, ഏത് ബാത്റൂമിനകത്തിരുന്ന് ചെയ്താലും, ഏത് 7 ഭൂമികളുടെ അടിയിൽ പോയിരുന്ന് ചെയ്താലും അല്ലാഹ് കാണുന്നുണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹ് ആരാണെന്ന് പഠിക്കുമോനെ. അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കൂ. നമ്മുടെ ഹൃദയത്തിനകത്ത് അല്ലാഹ് ഇല്ലാതെ പോയതാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പോരായ്മ. അല്ലാഹ് ഹൃദയത്തിനകത്ത് കയറണം ചെറുപ്പക്കാരാ. അല്ലാഹ് ഹൃദയത്തിനകത്ത് കയറണം പെങ്ങള്. അല്ലാഹു ഹൃദയത്തിനകത്ത് കയറി കഴിഞ്ഞ അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ബോധം വന്നു കഴിഞ്ഞ പടച്ചവനെ നമ്മളൊക്കെ ആരായി മാറുമെന്നറിയോ? അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് പഠിക്കാൻ ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹ് കാണുന്നുണ്ട് പെങ്ങള്. അല്ലാഹനെ മനസ്സിലാക്കു പെങ്ങള്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ രാത്രിയായാൽ വീടിന്റെ പുറത്തിറങ്ങുകയാണ്. പടച്ചവനെ ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു വീടിനകത്ത് വല്ലാത്ത വഴക്ക് നടക്കുകയാ. ഒരു വീടിനകത്ത് ബഹളം കേൾക്കുകയാണ്. ഉമ്മയും മകളും കൂടെ തർക്കിക്കുകയാണ്. ഉമ്മയും മകളും കൂടെ തർക്കിക്കുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീടിന്റെ പരിസരത്ത് ചെല്ലുമ്പോ ഉമ്മ പറയുന്നു, മോളെ പാലിനകത്ത് വെള്ളം കലർത്തുമോള്, പാലിനകത്ത് വെള്ളം കലർത്തുമോള്. മകള് ഉമ്മയോട് പറയുന്ന, ഉമ്മ ഇത് പാപമാ ഉമ്മ, ഇത് പാപമാ ഉമ്മ. എത്ര പറഞ്ഞാലും ഞാൻ പാലിൽ വെള്ളം കലർത്തൂല ഉമ്മ. പടച്ചവനെ പറയുന്നതൊരു പെൺകുട്ടിയാണ്. ഉമ്മ പറഞ്ഞു, ഇല്ല പാലില് വെള്ളം കലർത്ത്. നിന്നോട് പറയുന്നത് ഞാനാണ് പാലിൽ വെള്ളം കലർത്ത്. മകള് പറഞ്ഞു, ഇല്ല ഉമ്മ, രാജ്യം ഭരിക്കുന്നത് ഖത്താബിന്റെ മകൻ ഉമറാണ്. ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. ഉമറങ്ങാണ് മറിഞ്ഞ നമ്മളെ പിടിച്ച വല്ലാത്ത ശിക്ഷയാണ്. ഉമ്മ പറഞ്ഞു, മോളെ ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങുകയാ. ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങുകയാ. ഈ വീടിനകത്ത് നീ പാലിനകത്ത് വെള്ളമൊഴിക്കുന്നത് ഉമർ എങ്ങനെ അറിയാനാ? ആ സമയത്ത് ആ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ, ഉമർ ഉറങ്ങുകയായിരിക്കാം, ഭരണാധികാരിയായ ഉമർ ഉറങ്ങുകയായിരിക്കാം, വെള്ളമൊഴിക്കുന്നത് ഉമർ അറിയില്ലായിരിക്കാം. പക്ഷേ അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ, അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ. അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ലല്ലോ. പടച്ചവനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൺതടം നിറഞ്ഞ് ഒഴുകുകയാ. പടച്ചവനെ ഇതാണ് അല്ലാഹ്. അല്ലാഹയെ കുറിച്ച് മനസ്സിലാക്കുക ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹ് കാണുന്നുണ്ട് മോനെ, അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ഓർമ്മയാണ് വേണ്ടത്. പടച്ചവനെ അല്ലാഹു നമ്മുടെ ഹൃദയത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ, അല്ലാഹ് നമ്മുടെ ഹൃദയത്തിനകത്ത് കയറിക്കഴിഞ്ഞാ, അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാ മോനെ
പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയാ. എത്ര വലിയ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയാലും അള്ളാനെ ഭയന്നുകൊണ്ട് പിന്തിരിയാൻ കഴിഞ്ഞ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? കള്ളു കുടിക്കാൻ സാഹചര്യമുണ്ടായി, വ്യഭിചരിക്കാൻ സാഹചര്യമുണ്ടായി, എല്ലാ വൃത്തികേടുകൾ ചെയ്യാൻ സാഹചര്യമുണ്ടായി. ആ സാഹചര്യം കിട്ടുമ്പോ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എടോ, നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമുണ്ട്, സദഖ കൊടുത്തവനൊരു സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്ന് അള്ളാന്റെ ഖുർആൻ പറയുമ്പോ, നബിതങ്ങൾ പറയുമ്പോ അള്ളാഹ് പറഞ്ഞു ഒരാൾക്ക് 2 സ്വർഗമാ, ഒരാൾക്ക് 2 സ്വർഗമാ. ഹജ്ജ് ചെയ്തവനല്ല, ഉംറ ചെയ്തവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, ഖുർആൻ പഠിച്ചവനല്ല, ആലിമിനല്ല. പിന്നെ ആർക്കാണ് 2 സ്വർഗമുള്ളതെന്നറിയോ? വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. ഒരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായി, ഒരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായി, പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോ അല്ലാഹ് കാണുന്നുണ്ടല്ലോ, അല്ലാഹ് അറിയുന്നുണ്ടല്ലോ, അല്ലാഹുവോട് ഞാൻ ഇതിന് കണക്ക് പറയണമല്ലോ. അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധത്തോടെ ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്ത് തെറ്റ് ചെയ്യുമ്പോഴും നിനക്ക് ഓർമ്മ വേണം, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മയുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമർ തങ്ങൾ നോക്കുമ്പോ ഉമ്മ മകളോട് പറയാ പാലിൽ വെള്ളം ഒഴിക്കാൻ. ആ മോള് പറഞ്ഞു ആ ഒഴിക്കൂല. മോളെ, നീ പാലിൽ വെള്ളം ഒഴിക്കുമ്മ, ഇത് ചതിയാ, ഇത് വഞ്ചനയാ, ചെയ്യാൻ പാടില്ല, ഒഴിക്കടി, നിന്നോട് വെള്ളം ഒഴിക്കാനാ പറഞ്ഞേ. ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, പിടിച്ച വലിയ ശിക്ഷ കിട്ടും. ഉമർ ഉറങ്ങല്ലേ, ഉമർ കിടന്നുറങ്ങല്ലേ, ഉമർ എങ്ങനെ കാണാനാ, നീ വെള്ളം ഒഴി. മോള് പറഞ്ഞു ഇല്ല ഉമ്മ, അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ. ഇതാണ് ഈമാൻ. ഒരാളത് അള്ളാഹിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹ് എന്ന് പറഞ്ഞ അവര് മാറും. അവര് ബോധമാണ് നമുക്ക് വേണ്ടത്. എടോ, ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി, ആ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയുന്ന മനുഷ്യന് അള്ളാഹു 2 സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലം ഒരു ചെറുപ്പക്കാരനെ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഒരു ചെറുപ്പക്കാരനെ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായി. എന്തുകൊണ്ടാണ് ഉമർ ഇഷ്ടപ്പെടുന്നത്? 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ 1ാമത്തെ സഫിൽ ഉണ്ടാകും. നിസ്കരിക്കാനല്ല, ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ ഉണ്ടാകും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ ഈ ചെറുപ്പക്കാരൻ പള്ളിക്കകത്തുണ്ട്. അതുകൊണ്ടാണ് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടം. ഇവൻ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് നടന്നു വരികയാ. എന്നും പള്ളിയിലേക്ക് വരുമ്പോ ആ വരുന്ന വഴിയിൽ ഒരു വീടുണ്ട്, അവിടെ ഒരു സുന്ദരിയായ പെണ്ണുണ്ട്. ഈ പെണ്ണ് എല്ലാ ദിവസവും ഈ ചെറുപ്പക്കാരനെ നോക്കും, ഇവൻ പരിഗണിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ഈ പെണ്ണ് വഴിയിൽ കാത്തു നിന്നു, ഒളിച്ചു നിന്നു. ഈ ചെറുപ്പക്കാരെ ഒറ്റയ്ക്ക് നടന്നു വന്നപ്പോ ഓടിച്ചെന്ന് ഇവനങ്ങ് കെട്ടിപ്പിടിച്ചു, നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. തന്റെ മാറിടത്തിലേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഈ ചെറുപ്പക്കാരനോട് ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്തേ നീ എന്നെ പരിഗണിക്കാത്ത? എത്ര കാലമായി ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു, ഇന്ന് ആരും കാണാത്ത ഒരു സമയം കിട്ടിയിരിക്കുകയാ, നീ എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരണം. ഈ സുന്ദരിയായ പെണ്ണ് ആരും കാണാത്ത ഇടവഴിയിൽ രാത്രിയിൽ ഈ ചെറുപ്പക്കാരനെ തന്റെ മാറിടത്തിൽ പിടിച്ച് കിടത്തിയിട്ട് പറയുകയാ, എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചതാ, ഒരു ഉമ്മയെങ്കിലും താടാ. ആ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരന്റെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്. പടച്ചവനെ, എന്നെ ഒരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ അല്ലാ. ഈ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീണു.
ഈ ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ടു താഴെ വീണു. ഈ പെണ്ണ് ഓടി രക്ഷപ്പെട്ടു. അവസാനം വഴിയാത്രക്കാരി ഈ ചെറുപ്പക്കാരനെ എടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു. പ്രായം ചെന്ന പിതാവ് തന്റെ മകനെ കണ്ടപ്പോ, തന്റെ പൊന്നാര മകന് ബോധം തിരിച്ചു വന്നപ്പോ പൊന്നാര മകൻ നിലവിളിച്ചുകൊണ്ട് പറയുന്നു, വാപ്പാ, എന്റെ ദുനിയാവും ആഖിറവും പോയി, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു വാപ്പാ. എന്നെ വഴിയിൽ വെച്ചൊരു പെണ്ണിന്റെ ശരീരത്ത് കയറി പിടിച്ചു വാപ്പാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ വാപ്പ സമാധാനിപ്പിക്കുകയാ, നീ ഒന്നും ചെയ്തില്ലല്ലോ, ഒരു പെണ്ണ് നിന്നെ ഇങ്ങോട്ട് കേറി വന്ന് പിടിച്ചതാണ്, എന്റെ പൊന്നുമകൻ അവളോടൊന്നും ചെയ്തില്ലല്ലോ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച് നടക്കുന്ന ഒരു മകനാണല്ലോ, അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വാപ്പ സമാധാനിപ്പിക്കുകയാ. പക്ഷേ ചെറുപ്പക്കാരൻ കരയുകയാണ്, ചെറുപ്പക്കാരൻ കരയുകയാണ്. അവസാനമല്ല തന്റെ പൊന്നാര മകന്റെ നിലവിളി കേട്ടിട്ട് വാപ്പയ്ക്ക് പേടിയായി. ഇവൻ മരിച്ചു പോകുമെന്ന് വാപ്പാര് പേടിയായി. അതുപോലെ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. എത്ര സമാധാനിപ്പിച്ചിട്ടും മകന്റെ കരച്ചിൽ മാറുന്നില്ല. അവസാനം പൊന്നുമോൻ പറഞ്ഞു, വാപ്പാ, ഖലീഫയോട് ചെന്നിട്ട് സംശയം ചോദിക്ക്, ഖലീഫയോട് ചെന്നിട്ട് മസല ചോദിക്ക്. അങ്ങനെ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തു ചെന്നു. പടച്ചവനെ അവിടുന്ന് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അവസാനം ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ തെറ്റുകാരനല്ലല്ലോ. വാപ്പ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ട് കിടക്കുകയാണ്. തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്തു എന്ന് പറഞ്ഞു ചിന്തിച്ചു പേടിച്ചവന് ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുകയാ. ഈ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കി, ഈ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കി. അവസാനം ആ കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഓതിയ ആയത്താ, വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. മോനെ രണ്ട് സ്വർഗമാടാ, മോനെ രണ്ട് സ്വർഗമാടാ, അല്ലാഹു നിനക്ക് പ്രതിഫലമായി തരുന്നത് രണ്ട് സ്വർഗമാണെന്നുള്ള ആയത്തോതി കൊടുത്തെങ്കിൽ എന്റെ ഉപ്പമാരോട് പറയുന്ന, ഉമ്മമാരോട് പറയുന്ന, പെങ്ങളോട് പറയുകയാ, മോളെ, വാപ്പാനെ പറ്റിക്കാൻ പറ്റും, ഉമ്മാനെ പറ്റിക്കാൻ പറ്റും, നാട്ടുകാരുടെ കണ്ണ് പറ്റിക്കാൻ പറ്റും, ഭർത്താവിനെ പറ്റിക്കാൻ പറ്റും, ഭാര്യയെ പറ്റിക്കാൻ പറ്റും, ആരെയൊക്കെ കണ്ണ് പറ്റിക്കാൻ നോക്കിയാലും അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ചിന്ത വേണേ. അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലല്ലോ. പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുമ്പോ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു പാപമല്ല, അത് അഹങ്കാരമാ. അല്ലാഹ് കണ്ടാൽ എനിക്കെന്താ, അല്ലാഹ് കണ്ടാൽ എനിക്കെന്താ. നാശമാ മോനെ, നാശമാ പെങ്ങള്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, ആ അല്ലാഹുടെ കണ്ണിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പരസ്യമായി ചെയ്യുമ്പോ ധൈര്യമുണ്ടോ? വാപ്പയുടെ മുമ്പിലിരുന്ന് ചെയ്യാ, ഉമ്മാടെ മുമ്പിലിരുന്ന് ചെയ്യാ. നിനക്ക് പേടിയല്ലേ? എന്നാ നിന്നെ പടച്ച അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ചങ്കൂറ്റമാ, അത് നാശമാ മോനെ, അത് അഹങ്കാരമാ മോനെ. അഹങ്കരിച്ചവരെ മുഴുവനും അല്ലാഹു തകർത്ത ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സാന്ദർഭികമായി പറയുകയാ, അല്ലാഹ് ആരാണെന്ന് പഠിച്ചോ. ഇന്നത്തെ സമൂഹത്തിന് അല്ലാഹ് ആരാണെന്നറിയില്ല. ഒരാൾക്കും അല്ലാഹനെ കുറിച്ച് അറിയില്ല. അല്ലാഹനെ
അറിയേണ്ടതുപോലെ അറിയണേ. അല്ലാഹുവിന്റെ 99 സിഫത്തുകളുണ്ടല്ലോ, അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന 99 നാമങ്ങളുണ്ടല്ലോ. അതൊന്ന് പഠിക്ക് ചെറുപ്പക്കാരാ, അതൊന്ന് പഠിക്കു പെങ്ങള്. അള്ളയാണ് ആരാണെന്ന് ആദ്യം പഠിക്കേണ്ടത്. അള്ളയാരാണെന്നാണ്, പിന്നെയാണ് നബിതങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത്, പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഇന്ന് അള്ളാനെ കുറിച്ച് ആർക്കും അറിയില്ലടോ. അള്ളാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇന്ന് SLC പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നല്ലോ. നാളെ മുതൽ പത്രമെടുത്ത് നോക്കിയാ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ആത്മഹത്യയുടെ വാർത്തകളാ. A+ കിട്ടാത്തതിന്റെ പേരിൽ തൂങ്ങിച്ചാകുന്ന മക്കളുണ്ടല്ലോ, വിഷമടിക്കുന്ന മക്കളുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യുന്ന മക്കളുണ്ടല്ലോ. മക്കളെ, എന്തു പറ്റി ഈ സമുദായത്തിന്? പണ്ട് പടച്ചവനെ ഈ സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. എന്നാ പുതിയ കണക്കുകൾ അനുസരിച്ച് 25% ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാ. പണ്ട് ആത്മഹത്യ ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ചെയ്താൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുമെന്നുള്ള ബോധമുണ്ടായിരുന്നു. എന്നാ ഇന്ന് ഈ സമുദായത്തിന് അല്ലാഹനെ കുറിച്ച് അറിയില്ലടോ. എങ്കിൽ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ മക്കളോട് പറയട്ടെ, മക്കളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലും സ്വർഗത്തിൽ കടക്കാത്ത ഒരു വിഭാഗമുണ്ട്. അവരൊരു കാലത്തും സ്വർഗത്തിൽ പോകൂല, അവരൊരു കാലത്തും സ്വർഗത്തിൽ പോകൂല. ആരാണ് നബിയേ? ആരാണ് നബിയേ? ഒരിക്കലും സ്വർഗത്തിൽ പോകാത്ത വിഭാഗമാരാ? എടാ, കള്ളു കുടിച്ചാൽ അല്ലാഹുവോട് തൗബ ചെയ്താ പടച്ച റബ്ബ് പുറത്തു തരുമല്ലോ. വ്യഭിചരിച്ചാ തൗബ ചെയ്താ പൊറുക്കുമല്ലോ. നീ എന്ത് വലിയ പാപം ചെയ്താലും അല്ലാഹുവോട് തൗബ ചെയ്താ അല്ലാഹ് നിനക്ക് പുറത്തു തരും സഹോദരാ. എന്നാ ആത്മഹത്യ ചെയ്താ അവന് തൗബയില്ലല്ലോ. ആത്മഹത്യ ചെയ്യുന്നവന് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. SLC പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വന്നു. നാളെ മുതൽ നോക്കിക്കോ, തൂങ്ങി. കാരണം ഉമ്മായിക്ക് മൊത്തം വേണ്ടത് 10 A+. എവിടുന്ന് മേടിക്കാനാ? കടയിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലല്ലോ. എല്ലാം ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ മക്കൾ ആത്മഹത്യ ചെയ്യും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അല്ലാഹനെ അറിയില്ല. അല്ലാഹനെ പണ്ട് നോക്കിക്ക് ആരെങ്കിലും തൂങ്ങോ? ആത്മഹത്യ ചെയ്യോ? ഇല്ല. കാരണം അത് വലിയ പാപമാണെന്ന്. ഇപ്പൊ സാധാരണമായി മാറിയിരിക്കുന്നു. ഇപ്പൊ സാധാരണ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, ബൈക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, ടൂറിന് വിട്ടില്ലെങ്കിൽ ആത്മഹത്യ, തോറ്റ ആത്മഹത്യ. എന്തിനാ ആത്മഹത്യ? വഴക്കു പറഞ്ഞ കയറി തൂങ്ങിക്കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, സ്വർഗം ഹറാമ. ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന് സ്വർഗം ഹറാമ. അല്ലാഹു കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി ആത്മഹത്യ ചെയ്തു. വാളുപോലെയുള്ള ഒരു ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്തു. മയ്യത്ത് കൊണ്ടുവന്നു പള്ളിയിൽ, ജനാസ കൊണ്ടുവന്നു പള്ളിയിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുക. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുക. നബിതങ്ങൾ നിസ്കരിച്ചില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കരിക്കണ്ട എന്നല്ല, ആരെങ്കിലും നിസ്കരിക്കണ്ടേ? ഒരു തൂങ്ങി മരിച്ചവന്റെ ജനാസ കൊണ്ടുവരുമ്പോ നിസ്കരിച്ച് ഖബറടക്കണ്ടേ? നബിതങ്ങൾ പറഞ്ഞു, സഹാബത്തിനോട് നിങ്ങൾ നിൽക്കാൻ, അതിനകത്തുണ്ട് എല്ലാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് ആരാണെന്ന് പഠിക്കുന്നത്. എന്റെ മക്കളോട് പറയുന്നു, മോനെ, എടാ, SLC പരീക്ഷയ്ക്ക് തോറ്റ സ്വർഗത്തിൽ നിന്നൊന്നും പുറത്താക്കിയതല്ലല്ലോ. അടുത്ത കൊല്ലം എഴുതി ജയിക്കാം, അത്ര തന്നെ. തോറ്റുപോയാ പോയി, എന്ത് ചെയ്യാനാ? തോറ്റുപോയാ പോയി, അടുത്ത നീ എഴുതി ജയിക്കണം. പള്ളിക്കുഴി പോയി എവിടെ എഴുതാനാ? ചത്ത എന്ത് കിട്ടാനാ? എടാ, ഒരു എല്ലാരും ഉമ്മാടെ വയറ്റിൽ നിന്നിറങ്ങി ഓടിയിരുന്നു അല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്റെ മക്കളോട് പറയുന്നത്, പോയാ പോട്ടെ, അടുത്ത കൊല്ലം എഴുത്, അല്ലെങ്കിൽ അടുത്ത കൊല്ലം എഴുത്, നമുക്ക് ജയിക്കാൻ പറ്റും. അൽഹംദുലില്ലാഹ്, ഒന്ന് വീഴുന്നത് നല്ലതുപോലെ ഓടാനാ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടു വാപ്പ. ഒരു വാപ്പാടെ ജോലിയാ തന്റെ മക്കൾക്ക് അല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഉസ്താദിന്റെ ജോലിയല്ല, വാപ്പയുടെ ബാധ്യതയാണ് മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. ഏത് വാപ്പയെ അല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത വാപ്പ ആരാ ഉള്ളെ? തന്റെ മക്കൾക്ക് അല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് വാപ്പായ്ക്ക് അറിയാവോ അല്ലാഹ് ആരാന്ന്?
വാപ്പായ്ക്കറിയാം അല്ല. പണ്ടങ്ങനെ ഉപ്പമാര് തന്റെ മക്കൾക്ക് അള്ളയാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഒരു ചരിത്രം പറയട്ടെ. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു, ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ ഹജ്ജിന് പോകുക ഈ കൊല്ലം, തങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ വരുന്നുണ്ടോ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാത്തിമുൽ അസം തങ്ങള് തന്റെ ഭാര്യയും മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്, ഇത്തിരി പൈസയൊക്കെ ഉണ്ട്, ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഭാര്യയും മക്കളും ചോദിച്ചു, നിങ്ങൾ പോയാൽ ഞങ്ങളുടെ കാര്യം ആരാ നോക്കാം? നിങ്ങൾ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം ആരാ തരാ? ഞങ്ങളുടെ കാര്യങ്ങൾ ആരാ നോക്കാം? വരുന്നത് വരെ കുടുംബം നോക്കണമല്ലോ, അതിനുള്ള പൈസ ഇല്ല, ആരാ ഭക്ഷണം തരുന്നേ? അപ്പൊ ഭാര്യയും മക്കളും കൂടെ ചോദിക്കുമ്പോ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെറിയൊരു മോളുണ്ട്. ആ മോൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, പാപ്പയാണോ നമുക്ക് ഭക്ഷണം തരുന്നത്, അള്ളയല്ലേ എന്ന്? നമുക്ക് ഭക്ഷണം തരുന്നത് അള്ളയല്ലേ, വാപ്പയാ? ആ ചെറിയ മോളുടെ ചോദ്യം ഉമ്മാനോടും കൂടപ്പുറപ്പുകളോടും ചോദിക്കുന്നു, അള്ളയല്ലേ നമുക്ക് ഭക്ഷണം തരുന്നത്, വാപ്പയാണോ? വാപ്പ ധൈര്യമായിട്ട് ഹജ്ജിന് പോവാപ്പ, അള്ളയല്ലേ ഭക്ഷണം തരുന്നേ? ഉമ്മാടെയും മക്കളുടെയും നാവടഞ്ഞുപോയി, മറുപടി പറയാനില്ല. ചെറിയ കുട്ടിയാ ചോദിച്ചത്. അങ്ങനെ അവസാനം ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, വീട്ടില് പട്ടിണിയായി. ദിവസങ്ങൾ കഴിഞ്ഞു, വീട്ടില് പട്ടിണിയായി, കഴിക്കാനില്ല. അവസാനം ഈ മകള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം. ആ സമയത്ത് കൂടപ്പുറപ്പുകളൊക്കെ പറഞ്ഞു, നീ അല്ലേടി പറഞ്ഞ അള്ള തരുമെന്ന്, എന്നാ മേടിച്ച് തിന്നാന്. നീ ഒറ്റ ഒരെണ്ണവാ വാപ്പാനെ ഹജ്ജിന് പറഞ്ഞു വിട്ടത്, അതുകൊണ്ട് അള്ള തരുമെന്ന് നീ അല്ലേ പറഞ്ഞേ, മേടിച്ച് കഴിച്ചോളാൻ. മക്കളെല്ലാരും കൂടെ ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി. ആ ചെറിയ മകള് വേദനിക്കുന്ന മനസ്സുമായിട്ടൊരു ഭാഗത്ത് പോയിരുന്നിട്ട് അള്ളാനോട് പറഞ്ഞു, പടച്ചവനെ, അല്ലാ നീയാണ് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, പടച്ചവനെ എന്നെ കളിയാക്കുന്നു അല്ലാ. ഈ പൊന്നുമോള് മനസ്സ് നൊന്തട്ടങ്ങിട്ട് ദുആ ചെയ്തു. പിറ്റേ ദിവസം നോക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരാൾ വന്നു കിടന്ന് ഇങ്ങനെ വിളിക്കുകയാ. ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോ ഒരാരോഗ്യവാനായ ഒരു മനുഷ്യൻ ചോദിക്കുന്നു, കഴിക്കാൻ വല്ലതും താ, ഇത്തിരി വെള്ളമെങ്കിലും താ കുടിക്കാൻ. അവസാനം മഹാനവറുകളുടെ ഭാര്യ അവിടെ അല്പം വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. ആർത്തിയോടുകൂടി ഈ മനുഷ്യൻ ഈ വെള്ളം ഇങ്ങനെ കുടിക്കുകയാ. ഈ കുടിക്കുന്നത് കണ്ടപ്പോ ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ ചോദിച്ചു, നിങ്ങള് എവിടെയോ നല്ല പരിചയം ഉണ്ടല്ലോ, ഏതോ വലിയ കുടുംബത്തിലെ ആളാണല്ലോ, എന്ത് പറ്റി നിങ്ങൾക്ക്? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാ, എന്റെ പട്ടാളക്കാരോടൊപ്പം ഞാൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോ വഴിതെറ്റിപ്പോയി, അവരെന്നെ തെരഞ്ഞു നടക്കുകയാ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഒരുപാട് നേരമായി, ആവശ്യത്തിന് പൈസ ഉണ്ട്, പക്ഷെ വെള്ളമില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാത്തിമുൽ അസം തങ്ങളുടെ ഭാര്യ പറയാ, സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദിച്ചു, എന്തേന്ന്? മഹദി പറയുകയാ, എന്റെ വീട്ടിൽ ഇന്നലെ എന്റെ മോള് പട്ടിണി കിടന്നിട്ട് തിന്നാനില്ലാതെ കരഞ്ഞു. രാജ്യത്തെ ഭരണാധികാരി ഇന്ന് വീടിന്റെ മുറ്റത്ത് കയ്യിൽ നീട്ടി വന്നിരിക്കുക വല്ലതും തരാൻ. അപ്പൊ ചോദിച്ചു, ഇത് ആരുടെ വീടാ? രാജാവ് ചോദിച്ചു, ഇത് ആരുടെ വീടാ? മഹദി പറഞ്ഞു, ഹാത്തിമുൽ അസം തങ്ങളുടെ വീടാണ്. പട്ടാളക്കാരെല്ലാം ഓടി വന്നു. രാജാവ് തന്റെ അരയിൽ നിന്ന് സ്വർണത്തിന്റെ നാണയങ്ങൾ എടുത്ത് ആ വീടിന്റെ മുറ്റത്ത് വെച്ചു. തന്റെ പട്ടാളക്കാരോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവര് മുഴുവനും ഇവിടെ വൈ, എന്നെ സ്നേഹിക്കുന്നവര് മുഴുവനും അവരുടെ കയ്യിലുള്ളത് മുഴുവനും ഇവിടെ വൈ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ പട്ടാളക്കാരും അവരവരുടെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ അവിടെ വെച്ചു കൊടുത്തു. അപ്പോഴും ആ മകളിരുന്ന് കരയുകയാ. അപ്പോഴും ഹാത്തിമുൽ അസം തങ്ങളുടെ ചെറിയ മകളിരുന്ന് കരയുകയാ. രാജാവ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ, ഇനി എന്തിനാ നീ കരയുന്നേ? തിന്നാനില്ലാത്തതിന്റെ പേരിലാണ് ഇന്നലെ കരഞ്ഞത്, എന്നാൽ ഇന്ന് നിനക്ക് മരിക്കുന്ന കാലം വരെ ജീവിക്കാനുള്ള പൈസ നിന്റെ വീടിന്റെ മുറ്റത്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്തിനാ നീ കരയുന്നത്? ആ സമയത്താണ് ആ മകള് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ ഒരടിമ എൻ്റെ വീട്ടിൽ വന്നപ്പോ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള സമ്പാദ്യം കിട്ടി. അള്ളാടെ ഒരടിമ എൻ്റെ വീട്ടിൽ വന്നപ്പോ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള സമ്പാദ്യം കിട്ടി. എങ്കിൽ അല്ലാഹു വന്നാലോ, ആ അള്ളയല്ലേ ഞങ്ങളുടെ കൂടെയുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹാത്തിമുൽ അസം തങ്ങൾ തന്റെ പൊന്നാര മകൾക്ക് അള്ളയാരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാ ഇന്ന് അള്ളയാരാണെന്ന് പ്രായമുള്ളവർക്കും അറിയില്ല, ചെറുപ്പക്കാർക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യാ പേടിയില്ലാത്തത്. പണ്ട് പടച്ചവനെ അള്ള കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സമുദായത്തിനതില്ല. അതുകൊണ്ട് നബി
തങ്ങൾ പറഞ്ഞു, 2 അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ബോധം വന്നാ തെറ്റുകളിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ നിന്നെ ഭയന്ന് ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യമെന്താണ്? ഇതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹുവേ ഈ മജ്ലിസിലെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആയിക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒന്നുകൂടെ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 12 മണിയായി. എത്ര മണിയായി? 12 മണിയായി. പറയണോ നിർത്തണോ? നിങ്ങൾ ഇരുന്ന ഒരെണ്ണം കൂടെ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? എൻ്റെ സമയം കഴിഞ്ഞു. ഞാൻ 12 മണി എന്ന് പറഞ്ഞു. കറക്റ്റ് 11:59. ഇതാണ് കറക്റ്റ് ടൈമിലാണ് ഈ വണ്ടി ഓടുന്നത്. അള്ളാഹു എൻ്റെ അവസാനത്തെ ടൈമും നന്നാക്കി തരുമാറാകട്ടെ. പറയണോ നിർത്തണോ? ഒന്ന് പൊക്ക്, കൈ പൊക്ക്. പറയണമെന്നുള്ളവര് പൈസ ചോദിക്കുമ്പോഴും എല്ലാം ഇവിടെ തന്നെ കാണണം. കളശം ചോദിക്കുമ്പോഴും ഇതുപോലെ പൊക്കിക്കൊള്ളണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈ വെച്ച്. ബക്കറ്റ് പിരിവില്ലേ? ബക്കറ്റുണ്ടോ? ഒന്ന് പോക്കറ്റ് കൈ വെച്ച് വെക്ക്. കാക്കാമാരെ പോക്കറ്റ് കൈ വെച്ചോ? വെക്കാൻ വയ്യല്ലേ? അള്ളാഹുവെ, ആരെല്ലാം പോക്കറ്റിൽ കൈവെക്കുന്നുണ്ടോ ആ പോക്കറ്റ് നീ കാലിയാക്കല്ലേ അല്ലാ. ഇനി വെച്ചോ. അൽഹംദുലില്ലാ. അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തേ. നിങ്ങൾ ആരെങ്കിലും ആ പോക്കറ്റിൽ നിന്ന് അള്ളാഹു തന്നതാ, അല്ലാതെ നീ ഉണ്ടാക്കിയതല്ല. അള്ളാഹു തന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പം നീ എടുക്ക്. ആർക്കാ നേട്ടം? ഉസ്താദിനാ? ഈ ജമാഅത്ത് കമ്മിറ്റിക്കാ? ഞങ്ങൾക്കാ? അല്ല, കൊടുക്കുന്നവന്. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എനിക്ക് സുള്ളിയത്ത് പുത്തൂരാ വയല് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഒരു അടുത്തൊരു വീട്ടിൽ 40 ഉസ്താദ് ഒന്ന് വരണം. ഞാൻ പോയി. 20 വയസ്സുള്ള പെൺകുട്ടി, വിവാഹം കഴിഞ്ഞ് 8 മാസമേ ആയുള്ളൂ. ആ സഹോദരിയുടെ 40 20 വയസ്സുള്ള. എന്തിനാ? ഞാൻ ഇന്ന് രാവിലത്തെ പത്രം എടുത്ത് നോക്ക്. കേരളം മഞ്ചേശ്വരമയുടെ പരിസരത്തല്ലേ? മഞ്ചേശ്വരം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആംബുലൻസ് വന്നിടിച്ചിട്ട് ഒരു 3 പേരല്ലേ നിമിഷ നേരം. ചിന്തിക്ക് അപകടങ്ങൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തെല്ലാം പ്രതീക്ഷകളോട് തൃശ്ശൂർ ജില്ലക്കാരാ. തൃശ്ശൂർ അങ്ങാണ്ട് അമ്പലത്തിലേക്ക് സിയാറത്തിന് പോയവരാവര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക്, നിമിഷ നേരം കൊണ്ട് എന്തെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കടന്നു വരുന്നവരാണ്. അല്ലാഹുവേ, ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകുന്നടോ. എന്തെല്ലാം രോഗങ്ങളാ സഹോദരാ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതമായിരുന്നു. ഇന്ന് പനി പോലെയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ കിഡ്നി രോഗമുണ്ട്, അല്ലെങ്കിൽ ലിവർ രോഗമുണ്ട്, അല്ലെങ്കിൽ തളർന്നു കിടക്കുന്നുണ്ട്. പടച്ചവനെ, ഇന്ന് പനി പടരുന്നത് പോലെ മാരക രോഗങ്ങൾ പടരുന്ന കാലമാ. നിന്റെ സമ്പാദ്യമൊന്നും തികയൂല. നിന്റെ ജാഗ പോയി, വീട് പോയി, പണം പോയി, എന്നിട്ടും നിനക്ക് ചികിത്സിക്കാൻ തികയുന്നില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നഷ്ടമാകില്ല. പടച്ചവനെ, ഇൽമു പഠിപ്പിക്കുന്ന ഒരു പുതിയ മദ്രസയാണ് ഇവരുടെ ആഗ്രഹം. പടച്ചവനെ, ഒരു പുതിയ മദ്രസ പണിയണമല്ലോ. എന്ത് കിട്ടിയാലും മദ്രസയ്ക്കാണ്. അതുകൊണ്ട് പടച്ചവനെ, ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവോട് പറയണം, മാരകമായ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ? ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ. ഈ നീയത്തോടെ ഒരു നല്ല സദഖയെടുക്കൂ. മടി കാണിക്കല്ലേ, കൊടുക്കാൻ മടിക്കല്ലേ. അല്ലാഹു
അല്ലാഹുവേ ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് രോഗം മാറാത്തവരുണ്ടല്ലോ ഉസ്താദേ, ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ പോയി എന്തെല്ലാം മരുന്ന് കഴിച്ചു, രോഗം മാറുന്നില്ല എന്ന സങ്കടം പറയുന്ന വാപ്പാ, ഉമ്മ നിന്റെ രോഗം മാറണോ, നിന്റെ രോഗം മാറണോ, ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ക്യാൻസർ മാറണോ, ഏതെല്ലാം മാരകമായ രോഗം മാറണോ, അല്ലാഹു തന്നതിൽ നിന്നൊരു 10 രൂപയെങ്കിലും ആ ബക്കറ്റിന്റെ അകത്തിടാ തയ്യാറാകൂ. അതാണ് പടച്ചവനെ നിന്റെ മരുന്ന്, നിന്റെ രോഗത്തിലുള്ള മരുന്ന് അതാണ്. ഏത് രോഗമാണോ അത് മാറ്റി തരണേ എന്ന നിയ്യത്തോടു കൂടി ആ സദഖയിട്. റബ്ബേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. 7 കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? തെറ്റിൽ നിന്ന് പിന്തിരിയണോ, തെറ്റിൽ നിന്ന് പിന്തിരിയണോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുന്ന മൂന്നാമത്തെ വഴി എന്തെന്നറിയോ? തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ചിന്തിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ ഈ പാപം ചെയ്താൽ എന്റെ ആഖിബത്ത് മോശമാകുമല്ലോ. അല്ലാഹുവേ, ഞാൻ മരിക്കേണ്ടവനാണല്ലോ. അല്ലാഹുവേ, ഞാൻ മരിക്കേണ്ടവനാണല്ലോ. പടച്ചവനെ, മരണം എന്തായാലും ഒരു ദിവസം എന്നെ തേടി വരുമല്ലോ. അല്ലാ, ഞാൻ ഈമാനില്ലാതെ മരിച്ചു പോകുമല്ലോ. ഈ ചിന്ത വേണം സഹോദരാ, ഈ ചിന്ത വേണം സഹോദരാ. നബിതങ്ങൾ പറയുകയാ, നബിതങ്ങൾ പറയുകയാ, പടച്ചവനെ, തെറ്റ് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ മനസ്സിലേക്ക് ചിന്ത കടന്നു വരേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? പടച്ചവനെ, മരിക്കേണ്ടവനാ, മരിക്കേണ്ടവനാ. ഈ ഓർമ്മ വന്നാൽ നിനക്ക് തെറ്റിൽ നിന്ന് പിന്തിരിയാ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പെങ്ങളെ, മരിക്കേണ്ടവരാണെന്നുള്ള ചിന്ത കരണ്ട് വരട്ടെ. മോശമായ ഒരു മരണമുണ്ടായാ നീയൊക്കെ എന്ത് ചെയ്യാനാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? എന്തായാലും ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണ്. പക്ഷേ എവിടെയെങ്കിലും കടന്ന് എങ്ങനെയെങ്കിലും ചത്തുപോയാ പോരാ, പിന്നെ എങ്ങനെ മരിക്കണമെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. പറഞ്ഞത് അല്ലയാ, സിറാജിനെ പടച്ച അല്ല സിറാജിനോട് പറയുകയാ, സിറാജ്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. എന്നോടും നിങ്ങളോടും അല്ല പറയുകയാ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഈമാനില്ലാതെ മരിച്ചു പോകുന്നൊരവസ്ഥയെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? കണ്ണ് തള്ളിയിട്ട് വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ചിട്ട് മുഖമെല്ലാം കറുത്ത് മലമൂത്ര വിസർജനങ്ങൾ നടത്തി മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും ഭയപ്പെടുത്തുന്ന രീതിയിൽ മരിച്ചു കിടക്കുന്ന മയ്യത്ത് കണ്ടിട്ടില്ലേ? നോക്കാൻ പേടിയല്ലേ?
നോക്കാൻ പേടിയല്ലേ സഹോദരാ? നെറ്റിത്തടം വിയർത്തിട്ട് മൂക്കിന്റെ ദ്വാരം വികസിച്ച് മുഖത്തു പ്രകാശവും ചുണ്ടില് പുഞ്ചിരിയും. അല്ലാഹുവേ, എന്തു മരണമാ അല്ലാ, എന്തു മരണമാ അല്ലാ. നല്ല മരണം വേണ്ടേ മക്കളെ? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കല്ലേ അല്ലാഹ് നല്ല മരണം കൊടുക്കുന്നത്. ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കല്ലേ. വാപ്പാ, എന്തേ പ്രായമായിട്ടും നിനക്ക് ആ ചിന്തയില്ലാത്തത്? പ്രായമായിട്ടും നിനക്ക് എന്തേ ആ ചിന്തയില്ലാത്തത്? നന്നാകാ തോന്നുന്നില്ല, നന്നാകാ തോന്നുന്നില്ല. ഇനിയെങ്കിലും മുടിയൊക്കെ നരച്ചുപോയ ഒരുപാട് രോഗമുള്ള ഉപ്പയോട് ഉമ്മയോട് ഇപ്പോഴും പാപത്തിൽ മുങ്ങുകയല്ലേ? ഇപ്പോഴും പാപം ചെയ്യാ പേടിയില്ലല്ലോ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നിനക്കൊക്കെ നന്നാകാൻ സമയമായില്ലേ? ഇനി എന്ന് നന്നാകാനാ? ഇനി എന്ന് നന്നാകാനാ? വാപ്പാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, 30, 40, 50, 60 കൊല്ലമായില്ലേ? ഒരുപാട് രോഗങ്ങളായില്ലേ? ഇനി എന്ന് നന്നാകാനിരിക്കുകയാ? അതുകൊണ്ട് പറയുകയാ, ഒരു നല്ല മരണം വേണോ? നല്ല മരണം അല്ലാഹു കൊടുക്കുന്നത് ആർക്കെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയോ? ഇസ്ലാമിന്റെ 5ാമത്തെ ഖലീഫയല്ലേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആരുടെ മകനാണെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മകനാണെന്നറിയോ? ഞാൻ ആദ്യം ഒരു ചരിത്രം പറഞ്ഞില്ലേ? പാതിരാത്രിയിൽ ഉമർ തങ്ങൾ ഇറങ്ങി പോകുമ്പോ ഒരു വീടിനകത്ത് പാലിനകത്ത് വെള്ളമൊഴിക്കാൻ ഉമ്മ പറയുകയാണ്. ഉമ്മ മകളോട് പറയുന്നു പാലിന് വെള്ളമൊഴിക്കാൻ. ആ സമയത്ത് മകള് പറയുന്നു, ഉമ്മ, അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ, അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ. ഈ പെണ്ണിനെ ആരാണ് വിവാഹം കഴിച്ചതെന്നറിയോ? ഈ പാലിനകത്ത് വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹ് കാണുന്നുണ്ടെന്ന് പറഞ്ഞ പെണ്ണിനെ ആരാ വിവാഹം കഴിച്ചതെന്നറിയോ? പടച്ചവനെ, ഉമർ തങ്ങൾ വീടിനടയാളം വെച്ചു. തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ ഒരാളെ പറഞ്ഞു വിടുകയാണ്, ഒരാളെ പറഞ്ഞു വിടുകയാണ്. പടച്ചവനെ, അവിടെ നിന്നിങ്ങനെ സദാ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു വിടുകയാണ്. ആ വീട്ടിൽ ചെല്ലുമ്പോ ആ പൊന്നുമോള് ഒരു യതീമാ, ആ പൊന്നുമോൾ ഒരു യതീമാ. അതുകൊണ്ട് പടച്ചവനെ, ആകെ ഉള്ളത് ഒരു ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ പാല് വിറ്റിട്ടാണ് ആ കുടുംബം ജീവിക്കുന്നത്. ഒരുപാട് ദിവസമായിട്ട് പാലില്ല, ഒരുപാട് ദിവസമായിട്ട് പാലില്ല. അങ്ങനെ പട്ടിണിയാണ് ആ കുടുംബം. അവസാനം ഒരൽപ്പം പാല് കിട്ടിയപ്പോ ഉമ്മ പറഞ്ഞു, മോളെ, ഇതിനകത്ത് വെള്ളം കലർത്തിയിട്ട് കൊടുക്ക്, കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങാനാണ്. അപ്പോഴാണ് ആ പൊന്നുമോള് പറഞ്ഞത്, ഞാൻ കലക്കില്ലെന്ന്. ആ ചരിത്രം ഉമർ തങ്ങളോട് ചെന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് ചെന്നു. തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, യതീമായ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രായമായത് കാരണം എനിക്ക് പറ്റൂല. എന്റെ മക്കളിൽ ആരാ കെട്ടുന്നത്? അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെന്ന ഖലീഫയായ ഉമർ തങ്ങളുടെ മകൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചു. ആ പെണ്ണിന്റെ കുടുംബത്തിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജനിച്ചത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ വേളയിൽ കിടക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്നു, ഫാത്തിമ, അടുത്തേക്ക് വാ ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന
പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമയ്ക്ക് വസിയത്ത് കൊടുത്തു, ഉപദേശങ്ങൾ കൊടുത്തു, പൊരുത്തം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു എന്റെ മരണം അടുത്തിരിക്കുകയാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ റൂം അടച്ചിട്ട് വെളിയിലിറങ്ങു ഫാത്തിമ, വാതിലടച്ചിട്ട് പുറത്തിറങ്ങു ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, എന്തിനാ എന്നെ റൂമിന്റെ പുറത്തിറക്കുന്നത്? എന്തിനാ റൂമിന്റെ പുറത്തിറക്കുന്നത്? നിങ്ങളുടെ മരണം അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കൂടെ നിൽക്കേണ്ട സമയമാണ്. എന്തിനാണ് എന്റെ റൂമിന് പുറത്തേക്ക് ഇറക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, ഇന്നി അറാ ഖലഖ ലൈസു ബി ഉനാസിൻ വലാ ജാൻ. ഫാത്തിമ, മനുഷ്യനും ജിന്നുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ. റൂമിനകത്ത് നിൽക്കല്ലേ, വെളിയിലേക്ക് ഇറങ്ങി വാതിലടയ്ക്കു ഫാത്തിമ. അങ്ങനെ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കുകയാണ്. ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല, ഭാര്യയ്ക്ക് സമാധാനമില്ല. ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാണ്, ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. റൂഹ് പിടിക്കാൻ വരുന്ന ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറയുകയാണ്. പടച്ചവനെ, ഫാത്തിമ അത്ഭുതപ്പെടുകയാണ്, ഫാത്തിമ അത്ഭുതപ്പെടുകയാണ്. പിന്നെയും നോക്കുന്നു തന്റെ ഭർത്താവ് എന്തേ പറയുന്നത്? ഖുർആൻ ഓതി വാപ്പാ, ഖുർആൻ ഓതി പെങ്ങള്. ഏതായത്താ ഓതിയതെന്നറിയോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ആമൻ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറഞ്ഞിട്ട് തന്റെ റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഓതുകയാ, തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബേ സഹാദത്ത് കലിമ പറയുകയാ. അനക്കമില്ലടോ, അനക്കമില്ലടോ. വാതില് തുറന്നകത്തേക്ക് ഓടുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ശരീരം മുഴുവനും സുഗന്ധമായിരുന്നു. റബ്ബേ, എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുകയാ, എങ്ങനെയാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ ഖബറടക്കിയിട്ട് മയ്യത്ത് നിസ്കരിക്കാമെന്നവർ മുഴുവനും പള്ളിയുടെ ഭാഗത്ത് നിന്ന് പറയുകയാ, വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത പരിമളമാ. അസ്റായിലിനോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണ് മരിച്ചത്. എങ്ങനെയാ ഇങ്ങനെ ഒരു മരണം കിട്ടിയത്? മയ്യത്ത് ഖബറടക്കാമെന്നവർ മുഴുവനും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് പോവുകയാ. എല്ലാവരും നേരെ മരിച്ച വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, ഫാത്തിമ, അറിയാ ഫാത്തിമ,
നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ ശല്യപ്പെടുത്താമെന്നതല്ല ഫാത്തിമ, നിന്നെ വേദനിപ്പിക്കാമെന്നതല്ല ഫാത്തിമ. ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാണ്, ഖുർആൻ ഓതിയിട്ടാണ്, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ്. എങ്ങനെയാ ഫാത്തിമ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇത്ര നല്ല ഒരു മരണം കൊടുത്തത്? പെങ്ങളെ ഫാത്തിമ ഇവിടെ എന്തെന്നറിയോ? തന്റെ ഭർത്താവിന് അല്ലാഹു ഇത്രയും മനോഹരമായ ഒരു മരണം കൊടുക്കാനുള്ള കാരണം ചോദിക്കുമ്പോ മഹ്ദി പറഞ്ഞു, മാകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറുൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ഒരുപാട് നിസ്കരിച്ചിരുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദഖ കൊടുത്ത മനുഷ്യനായിരുന്നു, ഒരുപാട് നോമ്പ് പിടിച്ച മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല മരണം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? മഹ്ദി പറയുകയാ, മഹ്ദി പറയുകയാ, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയമുള്ള വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചിരുന്ന വേറെ ഒരു മനുഷ്യനെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. മഹ്ദി വെറുതെ പറഞ്ഞതല്ല. റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്ഖി ഹത്താ യുസ്ബിഹാ. ഫാത്തിമ പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കിടപ്പറയിലിരിക്കുമ്പോ കിടപ്പറയിലിരിക്കുമ്പോ ഞാനൊന്ന് പറഞ്ഞു, അല്ലാ അല്ലാ. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അല്ലാ എന്നൊന്ന് പറഞ്ഞു. അല്ലാ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ, എന്റെ ഭർത്താവ് കരയുകയാ. മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, മസറ പറഞ്ഞപ്പോഴല്ല, നരകം പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, ഹിസാബ് പറഞ്ഞപ്പോഴല്ല, മീസാൻ പറഞ്ഞപ്പോഴല്ല, അല്ലാ എന്നൊന്നു പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാ. സുബഹി വരെ ഇരുന്ന് കരഞ്ഞു, സുബഹി വരെ ഇരുന്ന് കരഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആനും ഇത് തന്നെയാ പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവേ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹയെ കുറിച്ച് പറഞ്ഞാൽ, അല്ലാഹനെ കുറിച്ച് പറഞ്ഞാൽ, പടച്ചവനെ അവരുടെ ഹൃദയങ്ങൾ വിറയ്ക്കുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടണങ്ങൾ നിറയുകയാണ്. അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരില് സുബഹി വരെ എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. വാപ്പാ, ഇതിനാ മരണമെന്ന് പറയുന്നത്, വാപ്പാ ഇതിനാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ വാപ്പാ നല്ല മരണം നഷ്ടപ്പെടുത്തി കളയല്ലേ. ഈമാനില്ലാത്ത മരണം ഭയക്കട്, ഈമാനില്ലാത്ത മരണം ഭയക്കട്. എവിടെയെങ്കിലും കിടന്ന് ചത്തുപോയാ പോരാ. പടച്ചവനെ, എല്ലാവരും ഇലക്ഷന്റെ റിസൾട്ട് കാത്തിരിക്കുകയാ. സഹോദരാ, നീ പരാജയപ്പെടരുത്, നീ പരാജയപ്പെടരുത്. ഞാൻ ആദ്യം പറഞ്ഞ വാക്കു പറഞ്ഞുകൊണ്ട് നിർത്തുകയാ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഖസിക അനിന്നാസ്
النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, തെറ്റ് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോൾ നീ ആലോചിക്കണം, നീ ഈമാനുള്ള മരണം നിനക്ക് നഷ്ടപ്പെട്ടു പോകും, ഈമാനില്ലാതെ ചത്തുപോകേണ്ട അവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ ചിന്തിക്കണം, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ മരിച്ചാൽ എന്ത് ചെയ്യും? സിനിമാ തിയേറ്ററിൽ പോകാറുണ്ട് എല്ലാവരും പടമൊക്കെ കാണാൻ തിയേറ്ററിൽ പോകാറുണ്ട്. നീ ആലോചിച്ച് നോക്കിയേ, ആ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇടിഞ്ഞു വീണ് നീ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഒന്ന് ചിന്തിച്ച് നോക്കുക. നീ ആലോചിച്ച് നോക്കിയേ, ഒരു വണ്ടി ആക്സിഡന്റിലാണ് മരണപ്പെടുന്നതെങ്കിൽ എല്ലാവരും പറയും വണ്ടി ഇടിച്ച് മരിച്ചുപോയെന്ന്. ആക്സിഡന്റ് ഒന്ന് എന്ത് ചെയ്തിട്ട് വേണം മരിക്കാൻ? എന്ത് ചെയ്തിട്ട് വേണം മരിക്കാൻ? തൗബ ചെയ്തിട്ട് വേണം എല്ലാവരും മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം മരിക്കുന്നതിന് മുമ്പ് 5 കാര്യം ചെയ്യണം. ഒന്നാമത്തെ കാര്യം, എന്ത് ചെയ്തിട്ട് വേണം മരിക്കാൻ? ഉറക്കെ പറ. ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? 27-ാം രാവിന്റെ അന്ന് ഉസ്താദ് തരുന്നൊരു സാധനമാണോ അല്ലേ? ജീവിച്ചിരിക്കുമ്പോഴോ? നിങ്ങൾ പറ, എപ്പോഴാ? ജീവിച്ചിരിക്കുമ്പോ ചോദിക്കണം, അല്ലാതെ മരിച്ചതിന് ശേഷം ചോദിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു ചോദിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പാടുകൾ ഉണ്ടെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെടണം? പറ. മയ്യത്ത് വെച്ചിട്ട് ഉസ്താദ് പറയത്തില്ലേ, ഈ കിടക്കുന്ന മയ്യത്തുമായിട്ട് ആരെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെടണം? മക്കളുമായിട്ട് ബന്ധപ്പെടാം. ആരാ പറയണേ? ഉസ്താദ്. ഞാൻ പറയത്തില്ല, എന്റെ പള്ളി ഞാൻ പറയോ? വല്ലവന്റെ വാപ്പാടെ ബാധ്യത എന്തിനാ ഞാൻ ഏറ്റെടുക്കുന്നത്? സത്യത്തിൽ ആരാ പറയണ്ട? മക്കളല്ലേ പറയണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ മരിച്ചു വിട്ടിരിക്കണമല്ലിരിക്കണേ? എടാ, നിങ്ങളുടെ വാപ്പാടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് നിങ്ങളല്ലേ പറയണ്ടേ, ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, ആർക്കെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണമെന്ന് ആരാ പറയണ്ടേ? നിങ്ങൾ എന്തിനാ ഉസ്താദ് ഈ വലിച്ചു? ചില മക്കള് മരിച്ച് കിടക്കുന്ന കുറെ നാളുകൾക്ക് ശേഷം ഒരാൾ പോയി പറഞ്ഞേടാ, നിന്റെ വാപ്പ 1 ലക്ഷം രൂപ തരാനുണ്ട്, അതിന് ഞാൻ എന്ത് വേണം? അല്ല, ഉസ്താദ് എന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞില്ലേ മയ്യത്ത് വെച്ചിട്ട്? അത് ഉസ്താദിന്റെ ഒക്കെ പോയി ചോദിക്കും. ഞാനാ പറഞ്ഞത്? എടാ, ഉസ്താദ് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞോ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, നീ മരിക്കുന്നതിന് മുമ്പ് കടമുണ്ടെങ്കിൽ എഴുതി വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്യണം? പണ്ടുള്ളവരുടെ തലകണയുടെ അടിയിൽ ഒരു ബുക്ക് ഉണ്ടാകും, അതിനകത്ത് എന്ത് എഴുതിയിട്ടുണ്ടാകും? കൊടുക്കാനുള്ള കാശ്. കടം എഴുതി വെച്ചിട്ട് വേണം കിടക്കാൻ. കടം എഴുതി വെക്കാതെ ഒരാളും കിടന്നുറങ്ങരുത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കടക്കാരനായി മരിക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. നിസാരമല്ലത്. മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ നബിതങ്ങൾ ചോദിക്കും, ഈ മയ്യത്തിന് കടമുണ്ടോ? ഉണ്ട് നബിയെ എന്ന ആരെങ്കിലും നിസ്കരിക്കുക സഹാബ. മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ നബിതങ്ങൾ ചോദിക്കും, ഇതിന് കടമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ പറയും നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. ഇല്ലെന്ന് പറഞ്ഞാൽ നബിതങ്ങൾ നിസ്കരിക്കും. അപ്പൊ കടമുണ്ടെന്ന് പറഞ്ഞ് നബിതങ്ങൾ മാറുമ്പോ ആരും ഇല്ലെങ്കിൽ സഹാബാക്കളിൽ സമ്പത്തുള്ളവർ പറയും, ഞാൻ കൊടുക്കാൻ നബിയെ. നബിതങ്ങൾ കയറി നിസ്കരിക്കും. കടക്കാരന്റെ മയ്യത്ത് പോലും നിസ്കരിക്കരുതെന്ന എന്താ അവസ്ഥ ആലോചിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നബിതങ്ങൾ പറയുന്നു, മരണം എപ്പോ വേണമെങ്കിലും വരാം, വരുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ തൗബ ചെയ്തൂടെ? മരിക്കൂലേ? വിശ്വാസമുണ്ടോ? മരിക്കുന്നു വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അരക്കയ്യന്മാരും ഉണ്ടല്ലോ അവിടെ. പാപ്പ നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസ്രായിൽ പൊക്കും. അതിന് ഞാൻ എന്നാ? നീ വേണമെങ്കിൽ പൊക്കിയില്ല എന്ന് പറഞ്ഞ അസ്രായിൽ എന്താ അവസരമുണ്ട്? കൈ പൊക്കിയില്ല എന്ന് പറഞ്ഞ അസ്രായിൽ വെറുതെ വിടുവോ? പെടലിക്ക് വന്ന് എന്നിട്ട് പിടിച്ചോണ്ട് പോകും. ഒരെണ്ണം കൂടെ കൂടുതൽ തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. തരും മലക്കങ്ങിട്ട് എന്നിട്ട് കൊണ്ടുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് സഹോദര, മുടി നരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. മുടി തലയിലെയോ താടിയിലെയോ ഒരു മുടിയെങ്കിലും പൊക്കുവാക്ക. മൊത്തം നരച്ചിരിക്കണം. പൊക്കിക്ക് കൈവക്ക്. മുടി നരച്ചവരൊക്കെ കൈവക്ക്. പൊക്ക പ്രസിഡന്റ് മൊത്തം ഇതൊക്കെ എല്ലാം തീർന്നു.